ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. പ്രഭാതമാകുമ്പോൾ അവയിൽ യാതൊന്നും അവശേഷിക്കരുത്. എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ദഹിപ്പിക്കണം. ഇപ്രകാരമാണത് ഭക്ഷിക്കേണ്ടത്: അരമുറുക്കി, ചെരുപ്പുകൾ അണിഞ്ഞ്, വടി കൈലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. കാരണം അത് കർത്താവിൻ്റെ പെസഹയാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതരെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കും. ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണ ദിനമായിരിക്കട്ടെ. ഇത് തലമുറകൾ തോറും കർത്താവിൻ്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം. ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. പെസഹ ഭക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നും അത് പങ്കാളികളാകേണ്ടത് എങ്ങനെയാണെന്നും ബാക്കി വന്നാൽ എന്ത് ചെയ്യണമെന്നും ഒക്കെ കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. ഇത് കർത്താവിൻ്റെ പെസഹായാണ്, അവൻ്റെ കടന്നുപോക്കലിൻ്റെ ഓർമ്മയാണ്. നിങ്ങൾക്ക് എല്ലാ കാലവും അതൊരു തിരുനാളായിട്ട് നിങ്ങൾ ആചരിക്കണം. ഇവിടെയൊക്കെ പറയുമ്പം നമ്മൾ ആണ്ടുതോറും നമ്മുടെ ഭവനങ്ങളിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭകളിലെ പൗരസ്ത്യ സഭകളിൽ പെസഹ കുടുംബത്തിൽ ആചരിക്കുന്ന ഒരു നല്ല കീഴ്വഴക്കം നമുക്കുണ്ട്. എന്നാൽ അതിന്ന് ദുരുപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രമാണ് ഈ പ്രിവിലേജ് ഉള്ളത്. അവൻ്റെ ഭവനത്തിൻ്റെ കട്ടിളപ്പടിയിൽ മാത്രമേ കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടാറുള്ളൂ. ഇത് മറ്റാർക്കും അവകാശപ്പെട്ടതല്ല. ഈ ഭക്ഷണം പോലും ഇന്ന് നമ്മൾ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാക്കിയിട്ട് അയൽവക്കക്കാർക്കും അന്യമതസ്ഥർക്കുമൊക്കെ കൊടുത്ത് ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ അതൊരു പങ്കുവെക്കലാണെന്നുള്ള വ്യാഖ്യാനമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ഗുണകരമാണോ, യഥാർത്ഥത്തിൽ ദൈവം അത് ആഗ്രഹിക്കുന്നതാണോ എന്ന് റീതിങ്ക് ചെയ്യേണ്ട കാലം കഴിഞ്ഞു. നമുക്കായി, വീണ്ടെടുക്കപ്പെട്ടവർക്കായി, കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രമാണ്. അതായത് ഇന്ന് നമുക്കറിയാം, മിശിഹായാകുന്ന കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക്, അതിനായി മാറ്റപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നുള്ള ഒരു സത്യം ഉണ്ട്. അത് തിരിച്ചറിയാതെ പോകുന്നത് നമുക്ക് ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്കത് നമ്മുടെ പുരോഹിതന്മാരും ഒക്കെ ആയിട്ട് ആലോചിക്കാതെ നമ്മൾ ലാഘവത്തോടെ കൈകാര്യം ചെയ്യാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. നമുക്കെല്ലാവർക്കും ഒരു കാര്യം ഉറപ്പുവരുത്തണം: കുഞ്ഞാടിന്റെ രക്തത്താൽ ഇസ്രായേൽ ജനം അടിമത്തത്തിൽ നിന്ന് മോചനം നേടിയതുപോലെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുതല് മിശിഹായാകുന്ന കുഞ്ഞാടിന്റെ രക്തത്താൽ നമുക്കും ഉണ്ട്. ആ ബോധ്യത്തോടു കൂടി അവനെ സമീപിക്കാനും അത് സ്വന്തമാക്കാനും വേണ്ട കൃപ നമുക്ക് കിട്ടട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കും.